എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് തോമസ് എന്നാണ്. ഏർലി റിട്ടയർമെന്റ്, പെട്ടെന്ന് റിട്ടയർ ചെയ്യുക. ഒരു 35-year-old ആൾ റിട്ടയർ ചെയ്തു, അല്ലെങ്കിൽ 40-year-old ആൾ റിട്ടയർ ചെയ്തു, ഒരു 35-year-old ആൾ റിട്ടയർ ചെയ്തു, 40 years ആയപ്പോൾ റിട്ടയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറേ കോണ്ടന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഈ റിട്ടയർമെന്റ് പോസിബിൾ ആണോ? പെട്ടെന്ന് ഇത്രയും ഒരു 30-35 ഇടയിൽ തന്നെ ആൾക്കാർക്ക് റിട്ടയർ ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിന് എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്കൊരു റിട്ടയർമെന്റ് കാൽക്കുലേറ്റർ ഉണ്ട്. ആ റിട്ടയർമെന്റ് കാൽക്കുലേറ്റർ നിങ്ങളുടെ മെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ റിട്ടയർമെന്റ് പ്ലാനിംഗ് മലയാളം എന്നൊരൊറ്റ കോമെന്റ് കമന്റ് ബോക്സിൽ ഇടുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിട്ടയർമെന്റ് കാൽക്കുലേറ്റർ ഒരു എക്സൽ ഫോർമുലയിലാണ് കിടക്കുന്നത്, എക്സൽ ഷീറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. പല ഫോർമുലാസ് കോമ്പിനേഷൻസ് യൂസ് ചെയ്ത് കുറച്ച് മെനക്കെട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ റിട്ടയർമെന്റ് പ്ലാനിംഗ് മലയാളം എന്ന് കോമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ചാനലിനകത്തുള്ള കോണ്ടന്റ് നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വാല്യൂ ആഡിങ് ആയിട്ട് എന്തായാലും തോന്നും. ഫൈനാൻഷ്യൽ, പേഴ്സണൽ ഫൈനാൻസ്, ഓണ്ടർപ്രണർഷിപ്പ്, എക്കണോമിക്സ് പല കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും വാല്യൂ ആഡിങ് ആയിട്ട് തോന്നുന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് സ്ട്രേറ്റ് അവേ ഗെറ്റ് ടു ദ പോയിന്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലരും റിട്ടയർമെന്റ് എന്ന് പറയുന്നത് വെറുതെ വീട്ടിലിരിക്കുക, ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കാനെ കുറിച്ചല്ല പറയുന്നത്. പണ്ടത്തെ കാലം പോലെ പലരും റിട്ടയർമെന്റ് പ്ലാനിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാസീവായിട്ട് ഒരു നമുക്ക് കൂടുതൽ പണിയൊന്നും എടുക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു ഫൈനാൻഷ്യൽ അസറ്റ്സോ അല്ലെങ്കിൽ നോൺ ഫൈനാൻഷ്യൽ അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ രണ്ട് അസറ്റിൽ നിന്ന് നമുക്കൊരു ഫിക്സ്ഡ് ഇൻകം നമ്മുടെ കയ്യിൽ വരുന്ന പോലെ പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് ശരിക്കും ഇന്നത്തെ കാലത്ത് റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് എംപ്ലോയി 60 years ജീവിച്ച് ഒരേ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്ത്, ഗവൺമെന്റ് എംപ്ലോയി ആണല്ലോ, ഒരേ കമ്പനിയിൽ തന്നെ നമ്മുടെയൊക്കെ പേരൻസിന്റെ കാലഘട്ടത്തിൽ വർക്ക് ചെയ്ത് ഫിക്സ്ഡ് ഇൻകം മാത്രം കിട്ടിക്കൊണ്ടിരുന്നത്. 60 ആകുമ്പോൾ ആ പണി നിർത്തി ബാക്കി 80-85 വരെ, അല്ലെങ്കിൽ എപ്പോഴാണ് എത്ര നാളാണ് അവർ ജീവിക്കുന്നത്, അതിനെയാണ് റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടയർമെന്റ് കോൺസെപ്റ്റ് തന്നെ നമുക്ക് പതുക്കെ മാറി. ഇനി ഗോയിങ് ഫോർവേഡ് 10 years ചിലപ്പോൾ റിട്ടയർമെന്റ് എന്നൊരു കോൺസെപ്റ്റേ ഉണ്ടാവില്ല. ഈ ഒരു വാക്ക് എന്ന് പറയുന്നത് ഒരു കൂടുതൽ ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വാക്കായതുകൊണ്ട് ചിലപ്പോൾ ഈ വാക്ക് തന്നെ ഇല്ലാതെയാവും. ദി ഐഡിയ ഇസ് ടു ഡെവലപ്പ് പാസീവ് ഇൻകം. നമ്മൾ പല അസറ്റ്സിൽ നിന്ന് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ എക്സൽ ഷീറ്റിൽ മുമ്പ് പറഞ്ഞ പോലെ കുറേ ഫോർമുലാസ് ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത എക്സൽ ഷീറ്റ് ആണ്. അതിനകത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പോവാണ് ശരിക്കും ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സുള്ള ഒരാൾക്ക് ശരിക്കും റിട്ടയർ ചെയ്യാൻ പോസിബിൾ ആണ്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്കാം. ചുമ്മാ ഈ യൂട്യൂബേഴ്സ് പറയുന്ന പെട്ടെന്ന് റിട്ടയർ ചെയ്യുക, അപ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും, ഇങ്ങനത്തെ കഥകളൊക്കെ വിട്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചിന്തിച്ച് പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി സ്ട്രെയിറ്റ് അവേ നമ്മൾ സ്ക്രീനിലേക്ക് പോവാണ്. സ്ക്രീൻ ഞാൻ കുറച്ചും കൂടി വലുതായി കൊടുക്കാൻ, ഞാൻ എന്നെ തന്നെ ചെറുതാക്കി സ്ക്രീനിനെ കുറച്ച് വലുതാക്കിയാണ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരൊറ്റ കംപ്ലൈന്റ് ആയിരുന്നു, സ്ക്രീൻ ചെറുതാണ്, നിങ്ങൾ മാത്രം വലുതായിട്ടിരിക്കുക എന്നുള്ളത്. സോ ദാറ്റ് വിൽ ബി ടേക്കിംഗ് കെയർ ദിസ് ടൈം. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് അവേ റിട്ടയർമെന്റ് പ്ലാനിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും അറ്റ്ലീസ്റ്റ് യു ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരു ബുദ്ധിമുട്ടുമില്ല ലൈക്ക് ചെയ്യുക, വെറുതെ ഒറ്റ ക്ലിക്ക് മാത്രം മതി. ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോ അല്ലേ. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഈ റിട്ടയർമെന്റ് കാൽക്കുലേറ്റർ എക്സൽ ഷീറ്റിൽ ഒരു റെഡി ടു ഗോ ഫോമാറ്റിൽ കിട്ടണമെങ്കിൽ മറക്കരുത് റിട്ടയർമെന്റ് പ്ലാനിംഗ് മലയാളം എന്നൊരൊറ്റ കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലെറ്റ് us assume that a person is 30-year-old. ഒരു 30 വയസ്സുള്ള ആളാണ്. അയാൾ റിട്ടയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 50 വയസ്സിലാണെന്ന് വിചാരിക്കും. പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളോട് സംസാരിക്കാൻ പോകുന്നുള്ളൂ. 35 വയസ്സിൽ റിട്ടയർ ചെയ്യണമെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 18 വയസ്സിൽ നമ്മൾ പ്ലാൻ ചെയ്യണമായിരുന്നു. ഏതായാലും അത്രയൊന്നും ഫോർസ് ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല. ലെറ്റ് us be practical. Let us talk about 50-year-old. ഓക്കെ, ലിവ് അപ് ടു 85 കൊടുക്കാം. ഇപ്പോൾ പല മെഡിക്കൽ സൊഫിസ്റ്റിക്കേഷൻ ഒക്കെ കാര്യമുണ്ട്. നമ്മുടെ ആവറേജ് ഏജ് 72 എന്ന് പറയുന്നത് 80-85 വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലെറ്റ് us assume that we will live till 85 and the risk of living longer is also ഒരു വലിയൊരു റിസ്ക് ആണ്. അപ്പോൾ 85 ചിലപ്പോൾ 100 വരെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു എസംഷനിൽ 85 ഇവിടെ കൊടുക്കാം. മന്ത്ലി എക്സ്പെൻസ് എത്രയാണ്? നമുക്കൊരു ആവറേജ് ഒരു നോർമൽ പേഴ്സന്റെ മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 50,000 ആയിരിക്കും. ഈ മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ള വേറെ എക്സ്പെൻസ് ഒന്നും നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. ബേസിക്കലി നമുക്ക് ഫുഡ് കഴിക്കാനും നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ EMI, കാറിന്റെ EMI ഇതൊന്നും ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. ബേസിക് ആയിട്ട് ജീവിച്ച് ചെറിയ രീതിയിൽ പുറത്തു പോക്ക്, ചെറിയ രീതിയിലുള്ള ഫ്യൂവൽ എക്സ്പെൻസ്, ഗ്രോസറി എക്സ്പെൻസ്, ഇതൊക്കെ മാത്രമേ നമ്മൾ ഒരു ബേസിക്, കാരണം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു അവസ്ഥയിലാണല്ലോ. അങ്ങനെ നമുക്ക് ബേസിക് നീഡ്സ് മീറ്റ് ചെയ്ത് പോകാൻ 50,000 rupees എന്ന് കൺസിഡർ ചെയ്യാം. ഇൻഫ്ലേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം 6%. അപ്പോൾ ഈ 30 വയസ്സുള്ള ഒരാൾ 50 വയസ്സിൽ റിട്ടയർ ചെയ്യണമെങ്കിൽ 6% ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ ഈ 50,000 എന്നുള്ളത് 1,60,000 rupees ആവും. വിച്ച് മീൻസ് ബൈ ദ ടൈം ദിസ് പേഴ്സൺ ബിക്കംസ് 50-year-old, ഈ 50,000 rupees എന്ന് പറയുന്ന ചെലവ് എന്ന് പറയുന്നത് 1,60,000 rupees ഇൻഫ്ലേഷൻ മാത്രം അവിടെ കൊണ്ടേ എത്തിച്ചു. ഇൻഫ്ലേഷൻ ചിലപ്പോൾ അതിന് കൊല്ലം കൂടുതലും ആയിരിക്കാം. അങ്ങനെ വരുവാണെങ്കിൽ 3,73,00,000 രൂപ ടോട്ടൽ അസറ്റ് ആയിട്ട് ഇദ്ദേഹത്തിന് വേണം കംഫർട്ടബിളി ആ 50-year-old ആയ സമയത്ത് റിട്ടയർ ചെയ്യും. ഇനി 3,73,00,000
1,73,00,000 രൂപ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര എമൗണ്ട് വെച്ച് നമുക്ക് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കാം. ലെറ്റ് us say റേറ്റ് ഓഫ് റിട്ടേൺ 12% ആണെന്ന് വിചാരിച്ചോ. സെൻസെക്സും നിഫ്റ്റിയും നമുക്ക് എല്ലാവർക്കും അറിയാം, സെയിം സ്റ്റോറി. ഒരു 10 years ട്രാക്ക് നോക്കിയാൽ എങ്ങനെ പോയാലും 12% കൂടുതൽ റിട്ടേൺസ് ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ SIP, അതായത് ഒരു മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് 37,000 റുപ്പീസ് വേണം ശരിക്കും ഈ പുള്ളിനെ റിട്ടയർ ചെയ്യാൻ. ഓക്കെ, വെയിറ്റ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് 37,000 ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ബ്രോ, ഇത് ഇവിടെ വെച്ച് നിർത്തിയേക്കാം. വെയിറ്റ്, നമുക്ക് അത് ഞാൻ പറഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് പല കാര്യങ്ങളും കൺസിഡർ ചെയ്യാം. ഇതിനകത്ത് 2 കാര്യങ്ങൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഈ 12% എന്ന് പറയുന്നത് ലെറ്റ് us പോസിറ്റീവ്ലി അസ്യൂം ദാറ്റ് ദിസ് 12% വിൽ ഗിവ് യു 15% റിട്ടേൺസ്. ഓക്കെ, പോസിബിളി നടന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 15% റിട്ടേൺസ് ആണെങ്കിൽ എത്രയായി അവരുടെ SIP റിക്വയർഡ്? ഒറ്റയടിക്ക് 24,000 റുപ്പീസ് ആയതുകൊണ്ട് 37 വിച്ച് ഇസ് ക്ലോസ് ടു 40,000 റുപ്പീസ് ആയിരുന്നു. 12% മാറ്റി 15% ആയപ്പോൾ 24,000 റുപ്പീസ് ആയി. വിച്ച് ഇസ് വൈ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഇൻവെസ്റ്റ് ഇൻ ദ റൈറ്റ് അസറ്റ് ക്ലാസ്. നമ്മൾ ചുമ്മാ FDയും RDയും പല ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാതെ കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടും കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ള തെളിവാണിത്. 15% റിട്ടേൺസ് ഉണ്ടെങ്കിൽ 24,000 മതി. ഇനി പോകാൻ പറ്റും, നിങ്ങൾ വീഡിയോ ക്ലോസ് ചെയ്യാൻ പറ്റേ. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ലെറ്റ് us say നമ്മൾ ഇത്രയും കാലം വർക്ക് ചെയ്തു, 30 year old ആണല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു 30 year old ആയിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് എങ്ങനെ പോലും ഒരു 5 to 10 lakh റുപ്പീസ് എങ്കിലും പുള്ളിക്ക് സേവിങ്സ് കാണും. സോ ലെറ്റ് us say that we already have 10 lakhs to invest. നമ്മുടെ കയ്യിൽ ഈ റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് വേണ്ടി സെറ്റ് ഓഫ് ചെയ്യാൻ 10 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുമോ നോക്കാം. 10 lakhs. See, just 11,000 rupees SIP in a product that generates 15% ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 50 year old സമയത്ത് റിട്ടയർ ചെയ്യാം. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി ഈ 30 year old എന്ന് പറയുന്നയാൾ ഒരു 2 കൊല്ലം മുമ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, അതായത് 30 എന്ന് പറയുന്നത് ജസ്റ്റ് 28 പ്ലാൻ ചെയ്തതെങ്കിൽ 11,000 മാറി 7,000 റുപ്പീസ് ആയി. സി, വിച്ച് ഇസ് വൈ ഇറ്റ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ജോലി ചെയ്ത് തുടങ്ങുന്ന സമയത്ത് പോലും ഈവൻ ഒരു 500 റുപ്പീസോ അല്ലെങ്കിൽ 1000 റുപ്പീസോ മാറ്റി വെക്കാനുള്ളൊരു ചിന്ത നമുക്ക് ആ സമയത്ത് ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ ആ സമയത്ത് റിട്ടയർമെന്റ് പ്ലാനിങ് ചെയ്ത് ജീവിതം തുടങ്ങണം എന്നല്ല പറയണത്. നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് ആ ഇൻകം എൻജോയ് ചെയ്യണം, ഏറ്റവും കൂടുതൽ മാക്സിമം ലൈഫ് അടിച്ചു പൊളിയും വേണം, അതിനകത്ത് ഒരു തർക്കവുമില്ല. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ഒരു 500 അല്ലെങ്കിൽ ഒരു 1000 റുപ്പീസ് മാറ്റി വെക്കാൻ പറ്റിയ തിങ്സ് വിൽ ബി കംപ്ലീറ്റ്ലി ടേൺ അറൗണ്ട്. ഇനി വേറൊരു കാര്യം കൂടി നമുക്ക് ഇതിനകത്ത് നോക്കാം. എന്താണ്? 30 തന്നെ കൊടുക്കുക. ഈ പറഞ്ഞ പോലെ ഞാൻ 28 ഒരു കോമ്പിനേഷൻ ഒന്ന് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. 30 കൊടുത്തിട്ട് 50,000 റുപ്പീസ് മാറ്റി ഒരു 40,000 റുപ്പീസ് ഇടാം. അപ്പോൾ എന്ത് പറ്റും നോക്കാം. ഇതുണ്ട്, 6,000 റുപ്പീസ് മതി നിങ്ങൾക്ക് പ്രോപ്പർലി റിട്ടയർ ചെയ്ത് കംഫർട്ടബിൾ ആയിട്ട് ഒരു 20 years വർക്ക് ചെയ്യുക അല്ലെങ്കിൽ 25 years വർക്ക് ചെയ്യുക. ബാക്കി ജീവിതം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം വെച്ച് നമ്മുടെ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അതായത് 50 year old ആയിട്ട് റിട്ടയർ ചെയ്തിട്ട് അയാൾ വീട്ടിലിരുന്ന് 85 വിച്ച് ഇസ് 35 years നിങ്ങൾ ചുമ്മാ ഇരിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ആ 50 അല്ലെങ്കിൽ വേറെയും കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്ത് നമുക്ക് സ്റ്റാർട്ടപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ ആർട്ടിസ്റ്റിക് ആയിട്ട് വല്ല കാര്യങ്ങളുണ്ടോ, നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള തോന്നുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാനിങ് നമുക്ക് ഇപ്പോഴേ ചെയ്യാം. ഈ 50,000 to 40,000 ആയപ്പോഴത്തേക്കും വെറും 6,000 റുപ്പീസ് മതി നമുക്ക് കംപ്ലീറ്റ്ലി റിട്ടയർ ചെയ്ത് ഫൈനാൻഷ്യലി നമ്മൾ സെക്യൂർ ആവാനും നമുക്ക് ഒരു കൂടുതൽ പണികളൊന്നും എടുക്കാതെ വളരെ എളുപ്പത്തിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കാനും 6,000 റുപ്പീസ് മതി. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചോട്ടെ. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ സാധനം ഷെയർ ചെയ്യുക. ഈ റിട്ടയർമെന്റ് കാൽക്കുലേറ്റർ വേണമെങ്കിൽ ഞാൻ വൺസ് ആൻഡ് ഫോർ ഓൾ പറയുന്നു, റിട്ടയർമെന്റ് പ്ലാനിങ് മലയാളം എന്ന ഒറ്റ ഫ്രേസ് മാത്രം കോമന്റ് ബോക്സിൽ ഇടുക. ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ 1-on-1 നമുക്കൊരു 1-on-1 സെഷൻ നമുക്ക് ഇരിക്കാം. ഞാനായിരിക്കില്ല ഇരിക്കുന്നത്, ഒരു ഫസ്റ്റ് റൗണ്ട് എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനർ ആയിരിക്കും ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് എന്താണെങ്കിലും ഇരിക്കും. ആ 1-on-1 സെഷന് വേണ്ടിയിട്ട് താഴെ ഞാൻ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യുക. സോ അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം, ഗുഡ് ബൈ.